2026 ഓഗസ്റ്റ് 1 സമയം കാലത്തെ 8 മണിയാവുന്നതേ ഉള്ളൂ. പാലായിലെ മഴവെള്ളം, അതായത് പാലായിലെ റോഡിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ശക്തമായ മഴയാണ്. പാലായിലെ വെള്ളപ്പൊക്കത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് നൽകുന്നത്. കൊട്ടാരമറ്റം പാലാ നഗരസഭയിലെ 24-ാം വാർഡ് കൌൺസിലർ ബിജു ആണ്. ഇവിടെ പാലായിലെ എല്ലാ പ്രദേശത്തും ഇപ്പം നമുക്കറിയാം, പാലായിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. വാഹന ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ്. ഒരു KSRTC ബസ് കടന്നു വരുന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. ഇവിടെ ടയർ മൂടി വെള്ളമുണ്ട്. വാഹനങ്ങളെ തൽക്കാലം ഈ ഒരു വാഹനമൊക്കെ കടന്നു പോകുന്നു എന്ന് പറയുന്നു. അല്ലാതെ ഇവിടെ ഏതാണ്ട് ഈ അവസരത്തിൽ പറയാനുള്ളത്, സാധാരണ രീതിയിൽ ഇത്തരത്തിലൊരു മഴ വരുമ്പം പാലായി വെള്ളം പൊങ്ങുമ്പം കിഴക്കൻ ഭാഗത്ത്, അതായത് തെക്കുമറ്റം, അതുപോലെ തന്നെ മൂന്നാനി, അതോടൊപ്പം നമുക്കറിയാം പണിക്കപ്പാലം പോലെയുള്ള ഭാഗങ്ങളിലെല്ലാം വെള്ളം താഴുമ്പോഴാണ് സാധാരണ പാലായി വെള്ളം കയറുന്നത്. എന്നാൽ ഇന്നത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് കിഴക്കൻ ഭാഗങ്ങളിലെല്ലാം, അവിടെയെല്ലാം ഈരാറ്റുപേട്ട ഭാഗത്തെല്ലാം ഇപ്പോഴും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പാലായിൽ ഒരു വലിയ വെള്ളപ്പൊക്കത്തിന്റെ സാധ്യതയാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ വെള്ളം ഇവിടെ ഉയരുന്നു. ഈ വെള്ളം താഴുന്ന സമയത്ത് പടിഞ്ഞാറൻ മേഖല, കുട്ടനാട് ഭാഗത്തെല്ലാം ഭയങ്കരമായ വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്നു. ഈ വിവരങ്ങൾ ഈ പാലായിലും ആ പരിസരത്തും കേരളത്തിലും അതുപോലെ വിദേശത്തും ഒക്കെയുള്ള എല്ലാവർക്കും പാലായിലെ വെള്ളപ്പൊക്കത്തെ പറ്റിയുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ നിങ്ങൾക്കെല്ലാം വേണ്ടി ഷെയർ ചെയ്യുന്നു. താങ്ക് യു. 2026 ഓഗസ്റ്റ് 1 ഇപ്പോൾ സമയം 7:53 ആയിട്ടേ ഉള്ളൂ. ഇവിടെ പാലാ കൊട്ടാരമറ്റം ഇന്ന് വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയിലാണ്. പാലായും പരിസരവും എല്ലാം വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുക. ഇവിടെ കാണുന്നത് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ്, അതുപോലെ ഇപ്പം സാന്തോം ഷോപ്പിംഗ് കോംപ്ലക്സ്, പരിസര ഭാഗങ്ങളുമാണ് നമ്മൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗമെല്ലാം റോഡിൽ വെള്ളം കയറി വാഹന ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പതിവിന് വിപരീതമായിട്ട് സാധാരണ പാലായിൽ വെള്ളം കയറുമ്പോൾ, അതായത് സമീപ പ്രദേശങ്ങളിലായത് കിഴക്കൻ ഭാഗത്ത് വെള്ളം ഇറങ്ങുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാറ്. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പാലായിൽ വെള്ളം കയറുന്നു. അതോടൊപ്പം തന്നെ മൂന്നാനിയിലും അതോടൊപ്പം തന്നെ പണിക്കപ്പാലം, അതുപോലെ ഈരാറ്റുപേട്ട ഭാഗത്തുമൊക്കെ വെള്ളം ഉയരുകയാണ് വീണ്ടും. അപ്പോൾ വലിയൊരു വെള്ളപ്പൊക്കത്തിന്റെ സാധ്യതയാണ് പാലായിൽ നിലനിൽക്കുന്നത്. ഈ വിവരങ്ങൾ പാലാ നഗരസഭ കൊട്ടാരമറ്റം വാർഡ് കൌൺസിലർ 24-ാം വാർഡ് കൌൺസിലർ ബിജു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്.